വോട്ട് ശതമാനം 3-ൽ നിന്ന് 2 സംഖ്യയിലെത്തിക്കുകയും അണ്ണാ DMK മറികടന്ന് 2ാം സ്ഥാനത്തെത്തുകയുമാണ് തമിഴ്നാട്ടിൽ BJPയുടെ ലക്ഷ്യം. 2ാം സ്ഥാനം ലഭിച്ചാൽ വൈകാതെ സംസ്ഥാനം പിടിക്കാനാകുമെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. ഇതിനായി പ്രകടന പത്രികയിൽ പോലും തമിഴ്നാടിന് പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. മാറ്റം ഉറപ്പിച്ചുകൊണ്ടാണ് ഓരോ തവണയും BJP തിരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. ഇത്തവണ കളം മാറുമെന്ന് ഉറപ്പിച്ചിരിക്കുക കൂടിയാണ് പാർട്ടി. അതിനായി DMKയും അണ്ണാ DMKയും ഇല്ലാത്ത 3ാം മുന്നണി ഉണ്ടാക്കി. തമിഴ് സംസ്കാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബൃഹത് പദ്ധതികൾ ആസൂത്രണം ചെയ്തു. 2 മാസത്തിനിടെ 10ലേറെ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം സന്ദർശിച്ചു. തമിഴ്നാട് പിടിക്കുകയെന്ന ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണ് BJPക്ക് ഈ തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അണ്ണാ DMKയുടെ തോളിലിരുന്ന് DMKയെ വെല്ലുവിളിച്ച BJP ഇപ്പോൾ ഇരു ദ്രാവിഡ കക്ഷികളെയും ഒരുമിച്ച് നേരിടുകയാണ്. മുഖ്യ എതിരാളിയായി ഉയർത്തിക്കാട്ടുന്നത് DMK ആണെങ്കിലും അണ്ണാ DMKയുടെ വോട്ടിലാണ് BJPയുടെ കണ്ണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വോട്ടുകൾ അണ്ണാ DMKയിൽ പോകാതെ തങ്ങളിലേക്ക് എത്തിക്കാൻ അണ്ണാമലയും കൂട്ടരും വിയർപ്പൊഴുക്കുന്നു. അണ്ണാ DMKയുമായി സഖ്യമുള്ളപ്പോൾ തന്നെ തമിഴ്നാട്ടിലെ മുഖ്യ പ്രതിപക്ഷം തങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്നു BJP. ഇത് തെളിയിക്കാനുള്ള ബാധ്യതയുമായിട്ടാണ് ഇപ്പോൾ പുതിയ സഖ്യവുമായി ഇറങ്ങിയിരിക്കുന്നത്. അണ്ണാ DMKയുടെ വോട്ട് പരമാവധി ചോർത്താനാണ് ഇവരുടെ കോട്ടയായിരുന്ന കൊങ്കുനാട്, തെക്കൻ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന BJP ശ്രമിക്കുന്നത്. ലോക്സഭയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ് മാറി നിന്ന അണ്ണാമലയടക്കം സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ എല്ലാവരും മത്സര രംഗത്തുണ്ട്. തെലങ്കാന ഗവർണറായിരുന്ന തമിഴിസൈ സൗന്ദരരാജന് പദവി ഒഴിഞ്ഞാണ് ചെന്നൈ സൗത്തിൽ മത്സരിക്കാനെത്തിയത്. നീലഗിരിയിൽ കേന്ദ്രമന്ത്രി L. മുരുകനും കന്യാകുമാരിയിൽ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനും മത്സരിക്കുന്നത് വിജയിക്കാൻ സാധിക്കാതെ വന്നാലും വൻ പോരാട്ടം നടത്തി വോട്ട് ഉയർത്താൻ വേണ്ടിയാണ്. വോട്ട് ശതമാനം 2 അക്കമാക്കുമെന്നാണ് നേതാക്കൾ പറയുന്നതെങ്കിലും അത് 20% വരെ ഉയരുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ അവകാശവാദം. ഇത് സാധിച്ചാൽ 2026-ൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇത്തരമൊരു സാഹചര്യത്തിൽ അണ്ണാ DMKയിൽ നിന്നുൾപ്പെടെ നേതാക്കളെ മറുകണ്ഠം ചാടിക്കാനാകുമെന്നും BJP കണക്കുകൂട്ടുന്നുണ്ട്. BJP പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ, ഉത്തരേന്ത്യയിലെ ശ്രീരാമന്റെ സ്ഥാനത്ത് തമിഴരുടെ മുരുകനെ പ്രതിഷ്ഠിക്കുന്നതിന് 2021-ൽ മുരുക ക്ഷേത്രങ്ങളിലൂടെ വേൽയാത്ര, പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയും തമിഴ്നാടും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് 2022-ൽ കാശി തമിഴ് സംഘം